ഹലോ കൂട്ടുകാരെ, അപ്പം ദൃശ്യം 3യുടെ ഒരു ചെറിയ അഭിപ്രായമായിട്ടാണ് വന്നിരിക്കുന്നത്. ദൃശ്യം റിവ്യൂ ചെയ്തില്ലെങ്കിൽ പിന്നെ ഏത് പടം റിവ്യൂ ചെയ്യല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ ജിത്തു ജോസഫിൻ്റെ ഐക്കോണിക് പടം ദൃശ്യം ഫസ്റ്റ്, ദൃശ്യം സെക്കൻഡ് പോലെ തന്നെ ദൃശ്യം 3 അതുപോലെ തന്നെ നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. പടം വളരെ സന്തോഷത്തോടെയാണ് റിവ്യൂ ഇടുന്നത്. കാരണം ഈ പടം കണ്ടിട്ട് ഓടി വന്ന് മൈക്കിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുവാണ്. ജിത്തു ജോസഫ് ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്ന പോലെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, നല്ല ക്ലീൻ ഒരു ഫാമിലി പടം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞത് അക്ഷരം പ്രതി പുള്ളി പാലിച്ചിട്ടുണ്ട്. നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത്യാവശ്യം ട്വിസ്റ്റുകളും കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നു പോകുന്നുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും ചില പരിപാടികളുണ്ടല്ലോ, ഇൻ്റർവെല്ലിന് മുമ്പ് ഒരു സീനുണ്ട്, ഞെട്ടിത്തരിക്കും, അങ്ങനത്തെ ഒരു സീനാണ്. അതുപോലത്തെ പല കാര്യങ്ങളും നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ ദൃശ്യങ്ങളിൽ കണ്ട പല ആക്ടേഴ്സും വന്നു പോകുന്നുണ്ട്. അവരൊക്കെ തന്നെ പഴയ പോലെ തന്നെ നല്ലൊരു പ്രകടനമാണ് കാഴ്ച വച്ചിരിക്കുന്നത്. ഈ പടം കുറച്ചങ്ങ് കയറും. അതുപോലെ തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ദൃശ്യം 4 വരും, പക്ഷേ അറിയില്ല, അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിവേ, എന്തായാലും ഇത് മലയാള സിനിമയുടെ ഒരു സംഭവം തന്നെയായിട്ട്. ഈ ദൃശ്യത്തെ മൊത്തത്തിലുള്ള പടമാണ് പറയുന്നത്. ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും അതിൻ്റെ ഒരു വില തന്നെ കളയാത്ത രീതിയിലാണ് ദൃശ്യം 3 എടുത്തു വച്ചിരിക്കുന്നത്. എനിവേ, എന്തായാലും കാണാത്തവർ കാണുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഫാമിലി പടം പ്രതീക്ഷിച്ച് പോവുക. അത്യാവശ്യം ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ഫാമിലി പടം കാണുന്ന ഒരു മൂഡിൽ ഒരു ഫാമിലി ആയിട്ട് പൊക്കോ, നിങ്ങൾ ഒത്തിരി സന്തോഷിച്ചേ ഇറങ്ങത്തുള്ളൂ. പിന്നെ ലാലേട്ടൻ്റെ ചില മാനറിസങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പടത്തിൻ്റെ അവസാനം ഒരു ഡയലോഗുണ്ട്, മോനെ, ആ ഡയലോഗ് എനിക്ക് പറയണമെന്നുണ്ട്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ കാണുക, കണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കുക. അപ്പം ഒന്നും പറയാനില്ല, നേരെ തിയേറ്ററിൽ പോവുക, കണ്ട് ആസ്വദിക്കുക. ഒരു പക്ക ഫാമിലി എൻ്റർടൈൻമെൻറ്റ്.